മംഗൽപാടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 22-ാം വാർഡ് നയബസാറിൽ മത്സരിക്കുന്ന PM സലീം, 2-ാം വാർഡിൽ മത്സരിക്കുന്ന ഗോൾഡൻ അബ്ദുറഹ്മാൻ, 12-ാം വാർഡിൽ മത്സരിക്കുന്ന നസീറ ഉൾപ്പെടെയുള്ളവർ നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്ന മംഗൽപാടി പഞ്ചായത്തിലേക്ക് പ്രബലരായ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത്. ജനകീയ മുഖങ്ങളായ PM സലീം, ഗോൾഡൻ അബ്ദുറഹ്മാൻ, നസീറ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുള്ളത് UDF ക്യാമ്പിന് വലിയ വിജയപ്രതീക്ഷയാണ് നൽകുന്നത്. 22-ാം വാർഡ് നയാബസാറിൽ നിന്നുമാണ് PM സലീം ജനവിധി തേടുന്നത്. ഗോൾഡൻ അബ്ദുറഹ്മാൻ 2-ാം വാർഡിൽ നിന്നും, നസീറ 12-ാം വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളോടൊപ്പവും പ്രവർത്തകരോടൊപ്പവും എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം സംസാരിക്കവേ PM സലീം പറഞ്ഞു. നയബസാർ വാർഡ് 25-ൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ വാർഡ് മാത്രമല്ല, മംഗൽപാടി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലത്തും വികസനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെമ്പർ എന്ന നിലയിൽ നമ്മുടെ ഒരു കർത്തവ്യം. അത് ഒരു പ്രയാസവും കൂടാതെ നല്ല നിലയിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമം നടന്നു പോകും. 2000-ൽ ഞാൻ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ കൂടെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്ന് തന്നെ ഒരുപാട് വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും ചെയ്യുമെന്നാണ് എനിക്ക് പറയുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും PM സലീം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.